السلام عليكم ورحمة الله وبركاته. الحمد لله الذي بيده ملكوت كل شيء وإليه ترجعون. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها وعلى آله وصحابه وسلم تسليما كثيرا. സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 1989 തിരുവനന്തപുരം പാളയംപള്ളി ഇമാമായി ഞാൻ ചാർജ് എടുക്കുന്നത്. അന്നു മുതൽ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിലെ പട്ടം കോളനി കല്ലാർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്ന് 31 വർഷമായി ഞാൻ പക്കാ തിരുവനന്തപുരംകാരനാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, അതുപോലെ എന്നെപ്പോലെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ജോലി ആവശ്യാർത്ഥവും മറ്റും ഇവിടെ എത്തിച്ചേർന്ന, ഇവിടെ സ്ഥിരതാമസമാക്കിയ അനേകം ആൾക്കാരുണ്ട്. അവരിൽ പലരുമായി പരിചയപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഫാമിലി ഇവിടെയാണോ നാട്ടിലാണോ? ചിലർ പറയും ഫാമിലി ഇവിടെയുണ്ട്, ചിലർ പറയും കുടുംബം നാട്ടിലാണ്. പക്ഷേ അപ്പോഴൊക്കെ ഈ ഫാമിലിക്ക് ഇവർ ഉദ്ദേശിക്കുന്ന അർത്ഥം ഭാര്യ, മക്കൾ എന്നത് മാത്രമാണ്. കുടുംബം എന്നതിൻ്റെ അർത്ഥം പണ്ട് വളരെ വിശാലമായിരുന്നു. വാപ്പ, ഉമ്മ, മൂത്താപ്പ, മൂത്തുമ്മ, കൊച്ചാപ്പ, കൊച്ചുമ്മ, മാമ, മാമി, കൂടപ്പിറപ്പുകൾ, സഹോദരീ സഹോദരങ്ങളുടെ മക്കൾ, ഇതെല്ലാം ചേർന്ന ആൽവൃക്ഷം പോലെ പടർന്നു പന്തലിച്ച ഒരു വലിയ സ്ഥാപനമായിരുന്നു പണ്ടുകാലത്ത് മനുഷ്യൻ്റെ സങ്കല്പത്തിലെ കുടുംബം. ഇന്ന് പ്രാഥമിക നിർവചനത്തിൽ കുടുംബം, ഫാമിലി എന്ന വാക്കിൽ ഉൾപ്പെടുന്നത് ഭാര്യയും മക്കളും മാത്രമാണ്. ഇത് ആധുനിക കാലത്തിൻ്റെ ഈ പുതുതലമുറയുടെ ഒരു ദുരന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു: അൽ അബു ഔസത്തു അബ്വാബിൽ ജന്ന. പിതാവ് നിങ്ങളുടെ സ്വർഗത്തിൻ്റെ സെൻറ്റർ വാതിലാണ്. സ്വർഗത്തിൻ്റെ ഒത്ത നടുവിലുള്ള വാതിലാണ്, ഗേറ്റാണ് നിങ്ങളുടെ വാപ്പ. നടുവിലെ വാതിൽ എന്ന് പറയുമ്പോൾ മെയിൻ ഡോർ, സെൻറ്റർ ഡോർ എന്നർത്ഥം. നമ്മൾ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ വീടിൻ്റെ മെയിൻ ഡോറിൽ നിന്നാണ് നമ്മൾ കതകിൽ മുട്ടുക. വേണമെങ്കിൽ ആ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള അടുക്കള വാതിൽ കൂടി നമുക്കകത്ത് കിടക്കാം. 2 നില വീടാണെങ്കിൽ പുറത്ത് ഗോവണി ഉണ്ടെങ്കിൽ അതുവഴി കയറി മുകളിലത്തെ നിലയിൽ കൂടി നമുക്ക് താഴെ ഇറങ്ങുകയും ചെയ്യാം. പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. വീടിൻ്റെ മെയിൻ വാതിലിൽ, മെയിൻ ഡോറിൽ ബെല്ലടിച്ച് കാത്തു നിൽക്കുകയാണ് നമ്മൾ ചെയ്യുക. കാരണം അങ്ങനെയൊക്കെ കിടക്കുന്നത് കള്ളന്മാരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ ഒത്ത നടുവിലെ വാതിലാണ് പിതാവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മര്യാദയ്ക്ക് നേരെ ചൊവ്വേ നിനക്ക് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ നിൻ്റെ വാപ്പയുടെ തൃപ്തിയും പൊരുത്തവും നീ മേടിച്ചിരിക്കണം എന്നർത്ഥം. വാപ്പയുടെ സന്തോഷം, വാപ്പയുടെ ഗുരുത്വം, വാപ്പയുടെ പൊരുത്തം മേടിക്കാത്ത ഒരു മകനും മകളും സ്വർഗത്തിൽ കിടക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്: കാനത്ത് തഹ്തി ഇംറഅത്തുൻ വകുന്തു ഉഹിബ്ബുഹ. എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, എനിക്കവളെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ വക്കാന അബി യക്റഹുഹ, എൻ്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹു അവളോട് വെറുപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞു: ത്വല്ലിഖ്ഹ,
മോനെ അവളെ വിവാഹമോചനം നടത്തിയേക്ക് എന്ന് പറഞ്ഞു. ഞാൻ ധർമ്മസങ്കടത്തിലായി. എൻ്റെ ഭാര്യ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ, ഞാൻ അവളെ വല്ലാതെ സ്നേഹിക്കുന്നു. പക്ഷേ എൻ്റെ പിതാവിന് അവളെ ഇഷ്ടമല്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു മരുമകളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന് തക്കതായ ദീനീ കാരണമുണ്ടാകും, ഗുരുതരമായ ഏതോ ഭവിഷ്യത്ത് അവളിലുണ്ടാകും. അല്ല, നമ്മൾ മരുമക്കളോട് കാണിക്കുന്ന പോലെ വെറുക്കുന്ന പോലെയൊന്നും അവരൊന്നും ഒരിക്കലും ചെയ്യില്ല. ധർമ്മസങ്കടത്തിലായ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്തെങ്കിലും ഒരു പരിഹാരം പോകുംവഴി നബിതങ്ങൾ വാപ്പയോട് പറഞ്ഞ് അവളെ ഒഴിവാക്കൽ നിന്ന് എന്നെ മാറ്റി നിർത്തുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബു ഔസത്തു അബുവാബിൽ ജന്ന. മോനെ, വാപ്പ സ്വർഗത്തിൻ്റെ ഒത്ത നടുവിലെ വാതിലാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ തല്ലിഖ്ഹ, അവളെ വിവാഹമോചനം നടത്തിയേക്കൂ എന്ന് പറഞ്ഞു. നാം ചിന്തിക്കണം, ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മക്കൾ ഇങ്ങനെ വാപ്പ പറഞ്ഞാൽ കേൾക്കുമോ? പക്ഷേ ഓർത്തോളൂ, സ്വർഗം വേണോ, സ്വർഗത്തിൻ്റെ മെയിൻ ഡോറിൽ കൂടി കടക്കണം അനശ്വര ജീവിതത്തിലേക്കെന്ന് ആഗ്രഹമുണ്ടോ, വാപ്പയുടെ ഗുരുത്വവും പൊരുത്തവും വാങ്ങിച്ചുകൊള്ളുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടുവൃദ്ധനഹിയ ഫസ്ല് സ്വന്തം പുത്രനും ഹറൂനവർക്കു ജയിൽ വിധിച്ചൊരു കേസിലും തണുപ്പുള്ള വെള്ളം അസഹ്യമാണ് പിതാവിനും എന്നുള്ളതോർത്തും വ്യസനമായി തൻ പുത്രനും. വീടല്ല ജയിലാ മാർഗം അതിനെന്തെന്ന് ചിന്തിച്ചു കൊണ്ടും രാത്രിയിൽ കിടക്കുന്ന സ്വന്തം പിതാവ് ശരിക്ക് നല്ലുറക്കത്തിലാ, തകപ്പൻ്റെ കാര്യത്തിൽ മകൻ ദുഃഖത്തിലാ. സുബഹിക്ക് നിസ്കരിക്കാൻ പിതാവ് എഴുന്നേൽക്കലായി, ഒളുവിൻ്റെ കാര്യം കൊണ്ട് താൻ വിഷമത്തിലായി. ഹാറൂൺ റഷീദ് ചക്രവർത്തി ഇറാഖ് ഭരിക്കുന്ന കാലം, മഹാപണ്ഡിതൻ വയോവൃദ്ധനായ യഹ്യ, അദ്ദേഹത്തിൻ്റെ മകൻ ഫസൽ, രണ്ടുപേർക്കും എന്തോ ഒരു കാരണവശാൽ ചക്രവർത്തിയുടെ കോപത്തിന് വിധേയരാകേണ്ടി വന്നു, ജയിലിലടയ്ക്കപ്പെട്ടു. അദ്ദേഹത്തിന് തണുത്ത വെള്ളം രാവിലെ തൊടാൻ പോലും പറ്റില്ല. പിതാവിന് വയോവൃദ്ധനാണ്. സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ, തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോൾ വാപ്പ എന്ത് ചെയ്യുമെന്നോർത്ത് മകൻ വല്ലാതെ വിഷമിച്ചു. വീടല്ല ജയിലാണ്, എന്തു ചെയ്യും? വല്ലാതെ പരിഭ്രമത്തിലും ദുഃഖത്തിലുമായി. പടുവൃദ്ധനഹിയ ഫസ്ല് സ്വന്തം പുത്രനും ഹറൂനവർക്കു ജയിൽ വിധിച്ചൊരു കേസിനും തണുപ്പുള്ള വെള്ളം അസഹ്യമാണ് പിതാവിനും എന്നുള്ളതോർത്തും വ്യസനമായി തൻ പുത്രനും. വീടല്ല ജയിലാ മാർഗം അതിനെന്തെന്ന് ചിന്തിച്ചു കൊണ്ടും രാത്രിയിൽ കിടക്കുന്ന സ്വന്തം പിതാവ് ശരിക്ക് നല്ലുറക്കത്തിലാ, തകപ്പൻ്റെ കാര്യത്തിൽ മകൻ ദുഃഖത്തിലാ. സുബഹിക്ക് നിസ്കരിക്കാൻ പിതാവ് എഴുന്നേൽക്കലായി, ഒളുവിൻ്റെ കാര്യം കൊണ്ട് താൻ വിഷമത്തിലായി. ചൂടായ വെള്ളമെടുത്തുടൻ കൊടുക്കുന്നതായി, മകനെ ഈ ഹബ്സിൽ വെച്ചിതെങ്ങനെ സാധ്യമായി? പാപ്പ രാവിലെ നമസ്കരിക്കാനായി എഴുന്നേൽക്കുമ്പോൾ ഇതാ കൂടെ കിടന്ന മകൻ ചെറു ചൂടുള്ള വെള്ളം ഒളുവിനായിട്ട് പിതാവിനെടുത്ത് കൊടുക്കുന്നു. മഹാപണ്ഡിതൻ യഹിയ അദ്ദേഹം ചോദിച്ചു, പൊന്നുമോനെ എങ്ങനെ സാധിച്ചടാ? ഈ കാരാഗ്രഹത്തിൽ വെച്ച് നിനക്കിതെങ്ങനെ സാധ്യമായി? ഫസൽ പറഞ്ഞ മറുപടി കേൾക്കണോ? പറാവുകാരനെ പൊന്നുമോൻ വിളിക്കുന്നതായി, വെള്ളം ഒരൽപ്പം വാങ്ങി കൈവശമാക്കലായി. ഞാൻ എൻ്റെ സ്വന്തം ഹാർട്ടിനോടടുപ്പിച്ചതാ, വെളുക്കുന്ന സമയം കൊണ്ടു ചൂടാകുന്നതാ. ഹാർട്ടിൻ്റെ ചൂടേറ്റിട്ടു ചൂടുപിടിച്ചതാ, അള്ളാഹു തന്നിതിലേക്കു വഴി കാണിച്ചതാ. പാപ്പ, ഞാൻ പാറാവുകാരനെ പോയി കണ്ടു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അയാളോട് വാങ്ങി. വാപ്പ സുഖമായി ഉറങ്ങുന്നു. ഞാൻ ഉറങ്ങാതെ എൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് നേരം വെളുത്തപ്പോൾ ഹൃദയത്തിൻ്റെ ചൂടുകൊണ്ട് ആ വെള്ളത്തിൻ്റെ തണുപ്പ് മാറി നേരിയ ഒരു ചൂട് കിട്ടി.
ഇത് കേട്ട് യഹിയ പറഞ്ഞു പോയി, റഹ്മാനേ, നരകത്തെ നീ കാക്കെൻ്റെ കുഞ്ഞിനു കോനേ. ഇതാണ് ഒരു മകൻ പിതാവിനോട് ചെയ്യേണ്ട കടമ. ഒരു വാപ്പ തൻ്റെ മക്കൾക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി ജീവിതകാലത്ത് അനുഭവിക്കുന്ന ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, വൈഷമ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക ക്ലേശങ്ങൾ, അതൊക്കെല്ലാം ഒരു മകന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ചെറിയ പ്രത്യുപകാരം, നേരിയ സ്നേഹം, ഇളം സ്നേഹം, അതിത് മാത്രമാണ്. ഇന്നത്തെ പത്രത്തിൽ എല്ലാ മലയാള പത്രങ്ങളുടെയും മുഖചിത്രം പുനലൂര് നടന്ന ഒരു സംഭവമാണ്. ഒരു മകൻ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട പിതാവിനെ പോലീസുകാർ വാഹനം കൊണ്ടുവരാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഏതാണ്ട് 1 കിലോമീറ്ററോളം 80 കിലോ ഭാരമുള്ള പിതാവിനെയും ചുമന്നോടുന്ന മകൻ്റെ ചിത്രം എല്ലാ ചാനലുകളിലും കാണിച്ചതാണ്. ഇന്ന് പത്രങ്ങളുടെ മുഖചിത്രമാണ്. ഇങ്ങനെ ഒരു മകന് ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരു രാത്രി ഉറങ്ങാതെ നെഞ്ചിൽ വെച്ച് വെള്ളം ചൂടാക്കി വാപ്പയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, വാപ്പയെ ചുമന്നുകൊണ്ട് കുറേ ദൂരം നടക്കാൻ കഴിഞ്ഞാൽ, ഒരു പിതാവിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ പ്രത്യുപകാരം എന്നല്ലാതെ പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. വാട്സപ്പിൽ നമ്മളെല്ലാവരും കണ്ടു കാണും, ജക്കാർത്തയിലെ ഹരിയത്ത് അലി എന്ന് പറയുന്ന ഒരു ഡോക്ടർ കോവിഡ് ബാധിച്ചവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തനിക്കും കോവിഡ് രോഗം പിടിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. ഉടൻ തന്നെ മേലധികാരികളോട് അല്പസമയം അവധിയെടുത്ത് നേരെ വീട്ടിലേക്ക് ഓടി. വീടിൻ്റെ ഗേറ്റിൽ ചെന്ന് നിന്നു. ഗർഭിണിയായ ഭാര്യ ഹാജിയ, നാജിയ, 2 കൊച്ചു പെൺകുട്ടികൾ. വാപ്പ ഗേറ്റിൽ വന്ന് നിൽക്കുന്ന കണ്ട് ഭാര്യയും മക്കളും ഓടി വരാൻ ശ്രമിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞ്, അടുത്തേക്ക് വരരുത്, അവിടെ നിന്നോളുക. അവിടെ നിന്ന് അല്പസമയം, ഏതാനും മിനിറ്റ് തൻ്റെ ഗർഭിണിയായ ഭാര്യയെയും തൻ്റെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളെയും കണ്ണിറയെ കണ്ടു. ഒരക്ഷരം മിണ്ടാതെ തിരിഞ്ഞു കിടന്നു. കൃത്യം 3-ാം ദിവസം അദ്ദേഹം കോവിഡ് ബാധിച്ചു മരിച്ചു. പ്രഗത്ഭനായ ന്യൂറോളജി ഡോക്ടറായിരുന്നു അദ്ദേഹം. ഒരു വാപ്പ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സ്നേഹം മക്കളോട്, സഹധർമ്മിണിയോട് പ്രകടിപ്പിച്ചെന്ന് വരില്ല. പുരുഷന്മാരങ്ങനെയാണ്. പക്ഷേ അവരുടെ ഉള്ള് പിടയുന്നത്, അവരുടെ ഉള്ളിൽ ഓരോ സമയവും അവരുടെ ഹൃദയം മിടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ടാണ് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വാപ്പ മക്കളെ സ്വർഗത്തിൻ്റെ ഒത്ത നടുക്കുള്ള വാതിലാണ്. അള്ളാഹു നമുക്ക് നേടിയെടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മക്കളെ, നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഉമ്മയുടെ പാദത്തിനടിയിലാണ്. ഒരു മനുഷ്യൻ്റെ മൂർധാവ് മുതൽ പാദം വരെ അളന്നു നോക്കിയാൽ സെൻറ്റർ എന്ന് പറയാവുന്നത് പൊക്കിൾ കുഴിയാണ്. പൊക്കിൾ ഒരു വലിയ അടയാളമാണ്. ശരീരത്തിലുണ്ടാകുന്ന ഏതാണ്ട് എല്ലാ പാടുകളും അടയാളങ്ങളും കാലാന്തരത്തിൽ മാഞ്ഞു പോയേക്കാം. വസൂരി കല പോലും ചിലപ്പോൾ മാഞ്ഞു പോയേക്കാം. പക്ഷെ പൊക്കിൾ ഒരിക്കലും മായുന്നില്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ചിന്തയുടെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത് ശരീരത്തിൻ്റെ മുൻഭാഗത്താണ് ഒരു കുഴി. സാധാരണഗതിയിൽ ശരീരഭാഗത്തൊരു കുഴി വന്നാൽ അത് വൈരൂപ്യമാണ്. അത് പുറകിലോ സൈഡിലോ കൊണ്ടു വയ്ക്കുക, നേരെ മുന്നിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, വൈരൂപ്യമില്ലാത്ത വിധം സൗന്ദര്യവർദ്ധനവിന് ഉതകത്തക്കവണ്ണം അള്ളാഹു സ്ഥാപിച്ചു. ഇതൊരു വലിയ ചിന്തിക്കേണ്ട കാര്യമാണ്. ഉമ്മയോടുള്ള ബന്ധം, ഉമ്മയുടെ അടയാളം ശരീരത്ത് നിന്ന് മാഞ്ഞു പോകാതിരിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് മക്കൾ മനസ്സിലാക്കണം. ഒരു ഗർഭിണിയായ മാതാവ് അവളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പോലും തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. ഒരു ഗർഭിണി പച്ചമാങ്ങ തിന്നാൻ കൊതിക്കുന്നു, അല്ലെങ്കിൽ പുളി തിന്നണമെന്ന് അവൾക്ക് വ്യാക്കമുണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം ഉള്ളിലുള്ള കുഞ്ഞിന് സെട്രിക് ആസിഡ് ആവശ്യമാണ് എന്നാണ്. ഒരു മാതാവ് പച്ച ക്യാരറ്റ് കടിച്ചു തിന്നാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൊതിക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, ആ കുഞ്ഞിന് വൈറ്റമിൻ എയുടെ ആവശ്യമുണ്ട്. ചോറിനോടൊപ്പം ഇലക്കറികൾ വേണമെന്നൊരു ഗർഭിണി കൊതിക്കുന്നുവെങ്കിൽ ഉള്ളിലുള്ള കുഞ്ഞിന് വൈറ്റമിൻ ബിയുടെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക.
ഫ്രൂട്ട്സിനോടാണ് ഒരു ഗർഭിണിക്ക് വ്യാക്കമെങ്കിൽ വൈറ്റമിൻ സി കുഞ്ഞിന് അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. രാവിലെ എഴുന്നേറ്റ് അല്പം വെയിൽ കായണമെന്നൊരു ഗർഭിണി കൊതിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞിന് വൈറ്റമിൻ ഡി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. ഒരു മാതാവിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പോലും തൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിന് വേണ്ടി ആണ് മിടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മക്കൾ ആ മാതാവിനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുമെന്ന് ചിന്തിക്കുക. മാത്രമല്ല നോക്കുക, ഗർഭകാലം, പ്രസവകാലം, മുലയൂട്ടൽ കാലമൊക്കെ ഒരു പെണ്ണ് തൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കുഞ്ഞിൻ്റെ പേരിൽ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും കല്യാണത്തിന് പോകുന്നു, അവൾക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലാവരും നന്നായി രാത്രിയിൽ ഉറങ്ങുന്നു, അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കുഞ്ഞിൻ്റെ പേരിൽ. എല്ലാവരും സ്വാദിഷ്ടമായ വിഭവങ്ങൾ കഴിക്കുന്നു, അവൾക്ക് കഴിക്കാൻ കഴിയില്ല. തൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പോലും തൻ്റെ കുഞ്ഞിന് വേണ്ടി ഉപേക്ഷിക്കുന്നവളാണ് മാതാവെന്ന് മനസ്സിലാക്കി ആ മാതാവിന് സേവനം ചെയ്ത് അവരുടെ പൊരുത്തം നേടിയെടുത്തല്ലാതെ ഒരാളും സ്വർഗത്തിൽ കിടക്കാമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായമാണ് സൂറ ലുഖ്മാൻ. സുഡാനിൽ ജനിച്ച് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ മരണപ്പെട്ട മഹാപണ്ഡിതനാണ്, വലിയ ഉപദേശിയാണ്, ആത്മജ്ഞാനം നേടിയ ആളാണ് ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളാണ് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ അഡ്വൈസിൻ്റെ ആഴം കണ്ടിട്ട് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വിനീതൻ അനേകം തവണ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഖബറിൽ. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം മാതാവിനെ ജീവനായി സ്നേഹിച്ച പൊന്നുമോനാണ്. നിത്യ വൃത്തിക്ക് വേണ്ടി ഡെയിലി ജോലിക്ക് പോയി രാത്രി മടങ്ങിയെത്തിയിരുന്ന അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മായെ വിളിച്ചു ചോദിക്കും, ഉമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു മാതാവിൻ്റെ ആവശ്യങ്ങൾ 8-10 ദിവസങ്ങൾ കൊണ്ട് തീരുന്നതല്ലേ, എല്ലാ ദിവസവും അങ്ങനെ ചോദിക്കേണ്ടതുണ്ടോ? പക്ഷേ എല്ലാ ദിവസവും ഉമ്മയെ വിളിച്ച് ഉമ്മ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണോ ചോദിച്ചിട്ടേ മോൻ പോകുകയുള്ളൂ. നിരന്തരം മോനിങ്ങനെ ചോദിച്ചപ്പോൾ ഒരു ദിവസം ഉമ്മാക്കൊരു കുസൃതി തോന്നി. ഒരാവശ്യമില്ല, അവനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ. ഉമ്മ പറഞ്ഞു, മക്കളെ ഇന്ന് രാത്രി നീ വരുമ്പോൾ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടുവരണം. അത് കേട്ട ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം ജോലിക്ക് പോയില്ല. അന്നത്തെ ദിവസം മുഴുവനും ഉമ്മയുടെ സേവനത്തിലും പരിചരണത്തിലും കഴിച്ചുകൂട്ടി. രാത്രിയായപ്പോൾ ഉമ്മയുടെ പാദം വെച്ചിരുന്നതിൻ്റെ അടിയിൽ നിന്നും ഒരു പിടി മണ്ണ് വാരി എടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ദാ സ്വർഗത്തിലെ മണ്ണ്. കാരണം പ്രവാചകന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിൻ്റെ പാദത്തിനടിയിലാണ് സ്വർഗമെന്നാണ്. എൻ്റെ പ്രിയമുള്ള മക്കളെ, നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ കൊടുത്താലും ഉമ്മയ്ക്ക് വേണ്ടി കൊടുത്താലും ഉമ്മ ചെയ്ത സേവനത്തിന് പകരമാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധ റമളാൻ വരുന്നു. മാതാപിതാക്കളോട് അങ്ങേയറ്റം കരുണയും വാത്സല്യവും കാണിക്കുക. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. അവരോട് ഏറ്റവും സ്നേഹത്തിലും ദയയിലും ദാക്ഷിണ്യത്തിലും വർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിലാണ്. ഭർത്താക്കന്മാരെ ദിവസത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം കിട്ടിയിരുന്ന ഭാര്യമാർക്കെല്ലാം ഇപ്പോൾ അവരെ തൊട്ടടുത്ത് ഫുൾ ടൈം കിട്ടുന്നുണ്ട്. ഈ അവസരം മുതലാക്കുന്ന പെണ്ണാണ് യഥാർത്ഥ ഭാര്യ. ഈ അവസരത്തിലും ഭർത്താവിനോട് പിണക്കത്തിനും വഴക്കിനും ഈഗോയ്ക്കും വാശിക്കും വേണ്ടി മാറ്റിവെച്ചാൽ അവളേക്കാൾ ഒരു ദുരന്ത നായിക ഈ ഭൂമിയുടെ മുകളിൽ മറ്റാരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം പെണ്ണുങ്ങളെല്ലാം ഓർത്തോളൂ, നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഭർത്താവിൻ്റെ പക്കലാണ്. അവനെ സന്തോഷിപ്പിക്കുക, അവനെ തൃപ്തിപ്പെടുത്തുക, അവൻ്റെ പൊരുത്തം മേടിക്കുക. അതല്ലാതെ ഒരു പെണ്ണിനും സ്വർഗത്തിൽ കിടക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇദാ സ്വല്ലത്തുൽ മർഅതു ഖംസഹ വസാമത് ഷഹ്റഹ വഹസ്സനത് ഫർജഹ വഅതാത് സൗജഹ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യം എണ്ണി പറഞ്ഞു. 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ മുടക്കാത്തവൾ, റമളാനിലെ നോമ്പ് ഉപേക്ഷിക്കാത്തവൾ, സ്വന്തം പാതിവൃത്യം സൂക്ഷിച്ച് ഭർത്താവിനെ വഞ്ചിക്കാത്തവൾ, വഅതാത് സൗജഹ അവനെ അനുസരിച്ച് അവന് കീഴൊതുങ്ങി അവന് വഴിപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന പെണ്ണ്. ഖീലലഹ അവളോട് നാളെ പറയപ്പെടും, വിളിച്ചു പറയപ്പെടും, ഉദ്ഖുലി അൽ ജന്നത മിൻ അയ്യി അബ്വാബിൻ ശിഅതി, നിനക്ക്
ഇഷ്ടമുള്ള കവാടത്തിൽ കൂടി സ്വർഗത്തിൽ കടന്നുകൊള്ളുക. ഇഷ്ടമുള്ള കവാടത്തിൽ കൂടി സ്വർഗത്തിൽ കടന്നുകൊള്ളുക. ഭർത്താവിനെ അനുസരിക്കാതെ, ഭർത്താവിന് വഴങ്ങാതെ നീ എത്ര നമസ്കരിച്ചാലും നോമ്പ് നോറ്റാലും സ്വർഗത്തിൽ കിടക്കാൻ പെണ്ണെ നിനക്ക് കഴിയുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. എല്ലാ ഭാര്യമാരും ശ്രദ്ധിച്ചോളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ്റെ ജീവനായ പത്നിയായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. നാം മനസ്സിലാക്കണം, ഖദീജ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ ഒത്ത മധ്യത്തിലൂടെ ഒഴുകുന്ന അരുവിയുടെ കരയിൽ ലോകത്താർക്കും കൊടുക്കാത്ത ഒരു മണിമാളിക അള്ളാഹു തആല ഖദീജയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ. നാം ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റാർക്കും കിട്ടാത്ത സ്വർഗത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന നദിയുടെ കരയിൽ, പുഴയുടെ കരയിൽ ഒരു മണിമാളിക ഖദീജയ്ക്ക് വേണ്ടി ആരും കൊതിക്കുന്ന മണിമാളിക ഉണ്ടെങ്കിൽ ഈ ഖദീജ ഒരു വഖത്ത് നമസ്കരിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒരു നോമ്പ് പിടിച്ചിട്ടില്ല. അവർ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്തിട്ടില്ല. എന്തിനൊരു ഉംറ പോലും നിർവഹിച്ചിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം പ്രതിഫലം? ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഖദീജ അങ്ങയ്ക്ക് പത്തിരിയും ഇറച്ചിയും ഒക്കെ കറിയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. വന്നു കയറുമ്പോൾ ഖദീജയോട് പറയണം, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദീജയ്ക്ക് സലാം പറഞ്ഞിരിക്കുന്നു. ഈ ഞാനും സലാം പറഞ്ഞിരിക്കുന്നു, എൻ്റെ സലാമും അറിയിക്കണം. അല്പം കഴിഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു തആല ഭർത്താവിനുള്ള പലഹാരങ്ങളും ഇറച്ചിക്കറിയും ഒക്കെ ആയിട്ട് വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ, ഒരു സന്തോഷ വാർത്ത, അള്ളാഹു നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു. ഖദീജ പൊട്ടിപ്പോയി, ഏങ്ങി കരഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു, ഈ അഖിലാണ്ട മണ്ഡലത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു സാധുവായി എനിക്ക് സലാം പറഞ്ഞിരിക്കുന്നു? നബി തങ്ങൾ പറഞ്ഞു, ഖദീജ, ജിബ്രീലും നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത്രയും വലിയ മഹത്വം, ഇത്രയും വലിയ പദവിയിൽ ഖദീജ എത്തിച്ചേരാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഒരു വഖത്ത് നമസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് പിടിച്ചിട്ടില്ല. കാരണം ഈ കൽപ്പനകളെല്ലാം ഉണ്ടായത് പിൽക്കാലത്താണ്. എന്തുകൊണ്ട്? ചിന്തിക്കണം. നബി തങ്ങളുടെ വീട്ടിൽ നിന്നും ഹിറാ പർവ്വതത്തിലേക്ക്, ഹിറാ ഗുഹയിലേക്ക് 9.5 കിലോമീറ്റർ ദൂരമുണ്ട്. 9500 മീറ്റർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാം വയസ്സിൽ ജബലുൻ നൂറിൻ്റെ ഉച്ചിയിലുള്ള ഹിറാ പർവ്വതം, 1000കണക്കിന് അടി ഉയരമുള്ള ഹിറാ പർവ്വതത്തിൻ്റെ ഹിറാ ഗുഹയിൽ ഏകനായി ധ്യാനനിരതനായിരുന്നപ്പോൾ അനേകം തവണ വീട്ടിൽ നിന്ന് ഖദീജ റളിയല്ലാഹു തആല നബിയെ കാണാൻ പോകുമായിരുന്നു. വെറുതെയല്ല, ചുമടുമായി ഗോതമ്പ് മാവും പലഹാരങ്ങളും, വെള്ളം, ഈത്തപ്പഴം, ഉപ്പ്, 4 വസ്തുക്കളുമായി ചുമന്നുകൊണ്ട് മല കയറുമായിരുന്നു. ഈ വിനീതൻ ഹിറാ ഗുഹയിൽ കയറിയിട്ടുണ്ട്. ഞാനെന്നെടുത്തത് എൻ്റെ നല്ല യൗവനകാലത്താണ്. ആദ്യമായിട്ട് ഹജ്ജിന് പോയപ്പോൾ ഞാനെന്നെടുത്തത് ഇപ്പോഴും ഓർക്കുന്നു, 2.5 മണിക്കൂർ സമയമാണ്. ഇപ്പോഴവിടെ പാകിസ്ഥാനികളും മറ്റും വെട്ടിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഖദീജ റളിയല്ലാഹു തആല കയറുമ്പോൾ ചെങ്കുത്തായ പർവ്വതമാണ്. കാലൊന്ന് തെറ്റിയാൽ, കണ്ണൊന്ന് ചിമ്മിയാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാവാത്ത അഗാധ ഗർത്തത്തിൽ കുഴിയിലാണ് പതിക്കുക. അവിടെ ഖദീജ റളിയല്ലാഹു തആല ചുമടുമായി കയറി എത്രയോ തവണ. വയസ്സ് എത്രയാണെന്നറിയുമോ? 55-ാം വയസ്സിൽ. കാരണം നബിതങ്ങൾക്ക് 40 വയസ്സാണ്. അള്ളാഹു റസൂലിനേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഭാര്യയ്ക്ക്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൊച്ചുമകൻ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആലയുടെ പുത്രൻ ഉസാമ പറഞ്ഞു, വല്ലുമ്മ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, അങ്ങീ മല കയറണ്ട. ഖദീജ പറഞ്ഞു, പറ്റില്ല, എൻ്റെ ഭർത്താവിന് ഞാൻ കൊണ്ടുപോയി കൊടുക്കണം. അനേകം തവണ ആ പർവ്വതം കയറി അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഊട്ടി ഖദീജ റളിയല്ലാഹു തആല. അള്ളാഹു സ്വർഗത്തിൽ ആർക്കും കൊടുക്കാത്ത പദവിയും മണിമാളികളും കൊടുത്തതിൻ്റെ പിന്നിലുള്ള രഹസ്യം അതാണ്. സ്വന്തം ഭർത്താവിനെ ജീവൻ്റെ ജീവനായി പരിചരിക്കുന്ന പെണ്ണ്, ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവനെ ശുശ്രൂഷിക്കുന്ന പെണ്ണ്, അവൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഭാര്യമാരെ, പ്രിയപ്പെട്ട സഹധർമ്മിണിമാരെ, നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിലാണെന്ന് ഓർമ്മ വെച്ച് ഈ കോവിഡ് കാലത്ത്
ലോക്ക്ഡൗണിൻ്റെ കാലത്ത് അവന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുക, അവൻ്റെ തൃപ്തിയും പൊരുത്തവും വാങ്ങി സ്വർഗത്തിൽ കിടക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താക്കന്മാരും അല്പം ശ്രദ്ധിക്കാനുണ്ട്. ഓർക്കണം, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗർഭം ചുമന്നവരാണ്, അവരെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയവരാണ്. ഗർഭകാലത്തിൻ്റെ ആയാസങ്ങൾ, പ്രസവത്തിൻ്റെ കഠിന വേദന, കുഞ്ഞ് പാല് കുടിക്കുന്ന 2 മാസത്തെ അവരുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ഇതൊന്നും നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഈ ത്യാഗമൊന്നും ഭർത്താക്കന്മാർ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഭർത്താക്കന്മാർ, നമ്മുടെ ലോകം വിശാലമാണ്. നമ്മുടെ ജോലി, നമ്മുടെ രാഷ്ട്രീയം, നാട്ടുകാർ, സമൂഹം, എന്തെല്ലാം ലോകമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തിനെക്കുറിച്ചെല്ലാമാണ് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ളത്. പക്ഷെ ഓർക്കുക, നമ്മുടെ ഭാര്യമാർ, അവരുടെ ലോകം വളരെ ചെറുതാണ്. അവരുടെ ലോകം ഭർത്താവും അവരുടെ മക്കളും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിനെല്ലാം ഉപരിയാണ് ഭർത്താവിൻ്റെയും മക്കളുടെയും ലോകം. ആ ലോകം സങ്കല്പിച്ച് കഴിയുന്ന നമ്മുടെ ഭാര്യമാർ അവരെ സ്നേഹിക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരോട് സല്ലപിക്കണം, അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു സഹാബി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ചോദിച്ചു, അല്ലാഹു റസൂലേ, ഭാര്യയുമായി സല്ലപിക്കുന്നതിൽ പ്രതിഫലം കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞു, നാം തീർച്ചയായും. ഹത്താമാ തജലു ഫി ഫമി ഇമ്രതിക, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വാരിക്കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണത്തിന് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞു വന്നാൽ ആടിനെ കറക്കാൻ പോകും. ആടിനെ കറന്നു കൊണ്ടുവന്ന ചൂട് പാൽ ആയിഷ റളിയല്ലാഹു തന്നെ കുടിപ്പിക്കും. കുടിച്ചിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ പറയും, വീണ്ടും കുടിക്കാൻ നിർബന്ധിക്കും. വീണ്ടും നിർത്തുമ്പോൾ വീണ്ടും നിർബന്ധിച്ച് കുടിപ്പിക്കും. അവസാനം ആയിഷ റളിയല്ലാഹു തന്നെ പറയും, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്നെക്കൊണ്ട് ഇനി കഴിയില്ല, വയറ് പൊട്ടിപ്പോകും. ആ പറയുന്നവരെ കുടിപ്പിച്ചിട്ട് പിന്നെ ബാക്കി ആ പാത്രത്തിൽ നിന്ന് പ്രവാചകൻ എടുക്കും. എടുത്തിട്ട് ആ പാത്രം ഒന്ന് ചുറ്റിക്കും. ആയിഷയുടെ നാവ് പറ്റിയ, ചുണ്ട് പറ്റിയ ഭാഗം പാലിൽ മൊത്തം പറ്റാൻ വേണ്ടി. എന്നിട്ട് ആയിഷ എവിടെ ചുണ്ടുവച്ചോ അവിടെ ചുണ്ടുവച്ച് കുടിക്കും. ഒരു ഭർത്താവിന് ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കണം. ഭാര്യാഭർത്തൃ സ്നേഹം അത് പൂത്തുലഞ്ഞാൽ കുടുംബം സ്വർഗമാകും, യാതൊരു സംശയവും വേണ്ട. നമ്മളാണെങ്കിലോ, ഭാര്യ കുടിച്ചതിൽ നമ്മൾ കുടിക്കാറില്ല, കഴിക്കാറില്ല. ഇനി അഥവാ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്താൽ അവൾ എവിടെ ചുണ്ടുവെച്ചുവെന്ന് നോക്കിയെന്നതിൻ്റെ മറുഭാഗത്ത് ചുണ്ടുവെച്ച് കുടിക്കും. 63-ാം വയസ്സിലും മധുവിധു കാണണോ? മദീനയിലേക്ക് പോരൂ. മദീനയിലെ രാജകുമാരനും അവിടുത്തെ സഹധർമ്മിണിയും അവർ തമ്മിലുള്ള ആ സ്നേഹമൊന്ന് മനസ്സിലാക്കൂ. എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക, എങ്ങനെയാണ് കുടുംബബന്ധം പൂക്കുന്നത്, പൂത്തുലയുന്നതെന്ന് മനസ്സിലാക്കൂ. അൻ തുതിഉമഹ ഇദാ തുഇംത വതക്സുഹ ഇദാ കസൈത വലാ തദ്രിബിൽ വജ്ഹ വലാ തുഖബ്ബിഹ് വലാ തഹജുർ ഇല്ലാ ഫിൽ ബൈത്ത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താക്കന്മാരെ, നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരെയും കഴിപ്പിക്കുക, നിങ്ങൾ ഉടുത്താൽ അവരെയും ഉടുപ്പിക്കുക. എപ്പോഴെങ്കിലും അവളെ ഒന്ന് അടിക്കേണ്ട ആവശ്യം നേരിട്ടാൽ, ശിക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ട അവസരം നേരിട്ടാൽ ഒരിക്കലും മുഖത്തടിക്കരുത്. അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കത്തക്കവണ്ണം ഉപദ്രവിക്കരുത്, മുഖത്തടിക്കരുത്. വളരെ മോശമായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കരുത്, പെരുമാറരുത്. വലാ തഹജുർ ഇല്ലാ ഫിൽ ബൈത്ത്. പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ. ചട്ടിയും കലമൊക്കെ തട്ടിയും മുട്ടുമൊക്കെ ചെയ്യും. പക്ഷേ അത് ബെഡ്റൂമിനകത്തേ അറിയാമുള്ളൂ. അങ്ങേയറ്റം പോയാൽ വീടിൻ്റെ ചുറ്റിലും നിൽക്കണം, പുറത്തേക്ക് പ്രവഹിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള കലഹം, നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഒരിക്കലും പുറം ലോകം അറിയരുത് എന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യാഭർത്താക്കന്മാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് കിടക്കാൻ കഴിയില്ല. ഇബാദത്ത് ചെയ്ത് നമസ്കരിച്ച് സ്വർഗത്തിൽ ഒറ്റയ്ക്ക് കിടക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, സുമറൻ കൂട്ടമായിട്ടാണ്, സംഘമായിട്ടാണ് സ്വർഗത്തിൽ കിടക്കുക. തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഒത്തേ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂ. എന്നോടൊപ്പം എൻ്റെ ഭാര്യ വേണം, എൻ്റെ മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ ഒറ്റയ്ക്ക് പ്രവേശനമില്ല. കൂട്ടമായി കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അവരെ സ്നേഹിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരുമൊത്ത് സല്ലാപത്തോടെ ജീവിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വെള്ളിയാഴ്ച ദിവസത്തിന് നാളെ സ്വർഗത്തിലെ പേര് യൗമുൽ മസീദ് എന്നാണ്. അവിടെ യൗമുൽ ജുമഅല്ല, യൗമുൽ മസീദാണ്. യൗമുൽ മസീദിൽ സ്വർഗത്തിൽ വലിയ അങ്ങാടി ഉണ്ടാകും. പുരുഷന്മാർ പുറത്തു പോകും. പുറത്തു പോകേണ്ട ആവശ്യമില്ല, സ്വർഗത്തിൽ താമസിക്കുന്ന മാളികയിൽ തന്നെ എല്ലാം കിട്ടും. എന്നാലും എല്ലാവരെയും കാണാനും കൗതുകത്തിനും ഒക്കെ വേണ്ടി അലങ്കരിക്കപ്പെട്ട അങ്ങാടിയായിരിക്കും, അതിമനോഹരം. എല്ലാവരുമായിട്ട് ബന്ധപ്പെടാനും പരിചയം പുതുക്കാനും കാണാനും കേൾക്കാനും ഒക്കെ വേണ്ടി പുറത്തു പോകും. പുറത്തു പോയിട്ട് തിരിച്ചു വരും ഭർത്താവ് എന്ന് കതകിൽ മുട്ടുമ്പോൾ ഭാര്യ കതക് തുറക്കും. ആദ്യം ഭാര്യയ്ക്ക് പിടികിട്ടില്ല. അവൾ ചോദിക്കും ആരാണ്. പിന്നെ ബോഡി ലാംഗ്വേജൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാകുക തൻ്റെ ഭർത്താവാണ്. അള്ളാഹു എന്തു പറ്റി, നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നല്ലോ, വല്ലാതെ സൗന്ദര്യം കൂടിയിരിക്കുന്നല്ലോ, ഇവിടുന്ന് പോയപ്പോഴുള്ള രൂപമല്ല അതിനേക്കാളൊക്കെ എത്രയോ സൗന്ദര്യമുണ്ടായിരിക്കുന്നു. അപ്പോഴാണ് ഭർത്താവ് ശ്രദ്ധിക്കുന്നത്. അവൻ ചോദിക്കും, അല്ല ജമീല, നീ എന്തൊരു മാറ്റമാണ് നിനക്ക് വന്നത്, എന്തൊരു സൗന്ദര്യം, എന്തൊരു മിഴിവ്, എന്താണ് നിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം, നീ വല്ലാതെ മാറിയിരിക്കുന്നല്ലോ മോളെ, നിനക്ക് വല്ലാതെ അഴക് വർദ്ധിച്ചിരിക്കുന്നു. കാന്തനു കാന്തി മികച്ചതു കാണുമ്പോൾ കാന്തിമാർ കാന്തിയും കൂടുമല്ലോ. കവി പാടിയില്ലേ, കാന്തനു കാന്തി മികച്ചതു കാണുമ്പോൾ കാന്തിമാർ കാന്തിയും കൂടുമല്ലോ. അപ്പോഴാണ് അറിയുക തൻ്റെ ഈ സൗന്ദര്യം വർദ്ധിച്ചിരിക്കുന്നു. ഇതൊരിക്കലല്ല, എല്ലാ വെള്ളിയാഴ്ചയും ഇത് സംഭവിക്കും. ഓരോ വെള്ളിയാഴ്ചയും സൗന്ദര്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇതാഗ്രഹിക്കുന്നുണ്ടോ? ഈ സംതൃപ്ത ജീവിതം, ഈ ആനന്ദം, ഈ ആഹ്ലാദം സ്വർഗത്തിൽ കിട്ടണമെന്ന് കൊതിയുണ്ടോ? അതിനല്ലേ നാമെല്ലാം ആഗ്രഹിക്കുന്നത്. എങ്കിൽ കുറഞ്ഞ കാലം ഭാര്യാഭർത്താക്കന്മാർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉപദേശിക്കുകയാണ്. 60 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ 20 വർഷം വെറുതെ പോകുന്നു. ഉറക്കം, മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസത്തിൽ 8 മണിക്കൂർ പോകുന്നു. മൊത്തം 20 വർഷം പോവുകയാണ്. ബാക്കി 40 വർഷം 20-ൽ കല്യാണമെന്ന് വിചാരിക്കുക. 20-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാൽ പോലും പിന്നെ ദാമ്പത്യ ജീവിതം കിട്ടുന്ന കഷ്ടിച്ച് 20 വർഷമാണ്. ഈ 20 വർഷങ്ങൾ വാശിയും പിണക്കവും വൈരാഗ്യവും ഈഗോയും ഒക്കെ ആയിട്ട് കഴിയണോ? മറിച്ച് സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലും മാപ്പ് കൊടുക്കലിലും സന്തോഷത്തിലും കാരുണ്യത്തിലും ദയയിലും കഴിഞ്ഞാൽ ഈ യൗമുൽ മസീദ് സ്വർഗത്തിൽ സൗന്ദര്യം വർദ്ധിക്കുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മഹത്തായ ദിവസമാണ്. ആ ദിവസത്തിന് അനുഭവങ്ങൾ വേണ്ടേ നമുക്ക്? അല്ലാമ ഇബ്നുൽ ഖയ്യൂം പാടുകയാണ്, ഔമാസമീത ബിശഅനിഹിം യൗമൽ മസീദ് വഇന്നഹു ശഅനുൻ അളീമുശ്ശാനി. യൗമുൽ മസീദിനെ കുറിച്ച് സഹോദരാ നീ കേട്ടിട്ടില്ലേ? എന്തൊരു ദിവസമാണത്! എത്ര ഉല്ലാസകരമായ, എല്ലാ മനുഷ്യൻ്റെയും സങ്കല്പത്തിന് അതീതമായ ആനന്ദത്തിൻ്റെ അനന്തതയിലേക്ക് എത്തിക്കുന്ന യൗമുൽ മസീദിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ഹുവ യൗമു ജുംഅതിനാ വ യൗമു സിയാറത്തിർ റഹ്മാനി വഖ്ത സ്വലാത്തിനാ വ അദാനി. നമ്മുടെ ഈ ലോകത്തെ ജുമാ ദിവസം ബാങ്ക് വിളിക്കുന്ന മുതൽ ജുമാ നമസ്കരിച്ചിരുന്നുള്ള സമയമുണ്ടല്ലോ, ആ സമയം യൗമുൽ മസീദിൽ നിങ്ങൾ റഹ്മാനായ റബ്ബുമായി സന്ധിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. വയുളില്ലുഹും ഇദ്ദാക മിൻഹു സഹായിബു തഅതി ബിമിസ്ലിൽ വാബിലിൽ ഹത്താനി. അവസരത്തിൽ ഒരു വലിയ മേഘം, പർവ്വത സമാനമായ ഒരു കുളിർമേഘം വന്നവരെ പൊതിയും. അവരുടെ മനസ്സ് തരളിതമാകും, അവരുടെ ശരീരമെല്ലാം കോരിത്തരിക്കും. ഫതളില്ലു തുംദിറുഹും ബിതീബിൻ മാറാവു ശബ്ഹൻ ലഹു ഫീ സാലിഫിൽ അസ്മാനി. ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ചെറിയ ചാറ്റൽ മഴ, ഒരു പനിനീർ മഴ അവസരത്തിൽ ആ മേഘങ്ങൾ പൊഴിക്കും. അത് സുഗന്ധപൂരിതമായിരിക്കും. രോമകൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും, രോമാഞ്ചമുണ്ടാകും, ഹൃദയവും മനസ്സും വല്ലാതെ തണുക്കും. അതിൻ്റെ സുഖം, അതിൻ്റെ രഹസ്യം, അതിൻ്റെ ആലസ്യം, അതിൻ്റെ സുഖാനുഭവം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഫയസീദുഹും ഹാദാ ജമാലൻ ഫൗഖ മാ ബിഹിമു വതിൽക മവാഹിബുൽ മന്നാനി. ആ പനിനീർ മഴ കൊണ്ട് കഴിയുമ്പോഴാണ് അൽഹംദുലില്ലാഹ് സൗന്ദര്യം അങ്ങോട്ട് വർദ്ധിക്കുന്നത്. ഓരോ ആഴ്ചയും ഇത് സംഭവിക്കും. അള്ളാഹു ആ മഹത്തായ സൗഭാഗ്യങ്ങൾ നേടാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, ഇണകൾക്ക്, സന്താനങ്ങൾക്ക് ഈ ലോകത്ത് സ്വർഗം പൂക്കുന്ന ഒരു കുടുംബം സൃഷ്ടിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കൊറോണ രാജ്യങ്ങളും അതിർത്തികളും മതങ്ങളും ഭാഷകളും വേഷങ്ങളും കക്ഷി രാഷ്ട്രീയങ്ങളുമെല്ലാം കടന്ന് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്.
ലോകത്തോളം വളർന്ന മനുഷ്യൻ കുന്നിക്കുരുവിനോളം ചെറുതായി വീട്ടിനുള്ളിൽ അടച്ചിരിക്കുകയാണ്. ഗ്ലോബൽ ഭൂപടം ഇന്ന് ഒഴുക്ക് നിലച്ച പുഴ പോലെ കെട്ടിക്കിടക്കുകയാണ്. ലോകമാകെ മരിച്ച മനുഷ്യർ 1.5 ലക്ഷത്തോട് അടുക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി കോവിഡിനോട് നമ്മൾ യുദ്ധം ചെയ്യണമെന്നാണ് ആഹ്വാനം ചെയ്തത്. എല്ലാവരും മനുഷ്യരാശിയുടെ ഇക്കാലത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് കോവിഡ് വൈറസിനെ കാണുന്നത്. തുരത്തണം, തകർക്കണം, അടിക്കണം, പൊളിക്കണം, ചതയ്ക്കണം, ചവിട്ടണം ഈ മഹാമാരിയെ. എല്ലാവരും കോവിഡിനോട് ഈ മനോഭാവമാണ്. തുരത്തണം, തകർക്കണം, അടിക്കണം, പൊളിക്കണം, ചതയ്ക്കണം, ചവിട്ടണം ഈ മഹാമാരിയെ. ഞാൻ ചോദിക്കട്ടെ, കോവിഡ് വൈറസ് ഒരു ശത്രു ആണെങ്കിൽ ആ ശത്രു സൈന്യത്തെ നേരിടാൻ ഇന്ന് ലോകത്തിൻ്റെ മുകളിലുള്ള ഏറ്റവും കെൽപ്പുള്ള രാഷ്ട്രം അമേരിക്കയാണ്. സാമ്പത്തിക രംഗത്ത്, ആയുധ രംഗത്ത്, സുരക്ഷാ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ള അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ചിന്തിക്കുന്ന മനുഷ്യന് ഇതിനേക്കാൾ വലിയ ഗുണപാഠം ആവശ്യമുണ്ടോ? അമേരിക്കയിൽ മരണം 30,000 കടക്കുകയാണ്. ലോകത്ത് മരണത്തിലും രോഗബാധിതരിലും 1-ാം സ്ഥാനത്ത് അമേരിക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾക്ക് നേരെ അതിർത്തി കൊട്ടിയടച്ച് മതിലുകൾ കെട്ടിയ അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒരു അമേരിക്കൻ പൗരനെ സ്വീകരിക്കാൻ ലോകത്തൊരു രാജ്യവും തയ്യാറല്ല. അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും സിറിയയിലും ലിബിയയിലുമൊക്കെ ഫലസ്തീനിലുമൊക്കെ 10,000-ങ്ങളെ കൊന്നു തള്ളിയപ്പോൾ, ബോംബിട്ട് കൊന്നപ്പോൾ അമേരിക്ക പറഞ്ഞൊരു വാക്കുണ്ട്: ഞങ്ങൾ ശവങ്ങൾ എണ്ണി നോക്കാറില്ല. ഇന്ന് അമേരിക്ക എവിടെ എത്തി നിൽക്കുന്നു? ചിന്തിക്കുക, ഗുണപാഠം ഉൾക്കൊള്ളുക. മരണം 30,000-ഓളം കവിയാണ്. ലോകത്താകെ 1.5 ലക്ഷത്തോളം കടന്നിരിക്കുകയാണ്. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളിലിരിക്കുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അഹങ്കാരികളെയും തെമ്മാടികളെയും സ്വേച്ഛാധിപതികളെയും ഏകാധിപതികളെയും പിടിച്ചു കുലുക്കിക്കൊണ്ട് മനുഷ്യൻ്റെ മുഴുവൻ കഴിവുകളും കോവിഡിൻ്റെ മുന്നിൽ അസ്തമിക്കുകയാണ്. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ 4 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ചെറുതായി സൂചിപ്പിക്കുകയാണ്. 1, മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മാതാപിതാക്കൾ മരിച്ചുപോയ മക്കൾ, അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ദിവസം ഒരു യാസീനെങ്കിലും ഓതുക, അല്പം ഖുർആനെങ്കിലും ഓതുക. ഈ കൊറോണ കാലത്ത് നിങ്ങൾ സദഖകളും ദാനധർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്തു കൊടുക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്ന് പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഉപദേശിക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ള മക്കൾ അവരെ സന്തോഷിപ്പിക്കുക. നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവരോട് പെരുമാറി അവരുടെ പൊരുത്തം വാങ്ങുക. നിങ്ങളുടെ കൂടെയില്ല, ദൂരെയാണെങ്കിൽ അവർക്ക് വേണ്ടി അവരെ വിളിച്ച് ക്ഷേമം അന്വേഷിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ പൊരുത്തം മേടിക്കുക. 3, പരിശുദ്ധ റമദാൻ എത്തിപ്പോയി. 23-ാം തീയതി അടുത്ത വ്യാഴാഴ്ച പിറ കണ്ടാൽ അന്ന് തറാവീഹ് നമസ്കരിച്ച് 24 വെള്ളിയാഴ്ച റമദാൻ 1 ഇല്ലെങ്കിൽ 24-ാം തീയതി രാത്രി തറാവീഹ് നമസ്കരിച്ച 25 ശനി റമദാൻ 1. റമദാൻ എത്തിപ്പോയി. ഇത്തവണത്തെ റമദാൻ നമുക്ക് പള്ളികളില്ല, തറാവീഹ് നമസ്കാരമില്ല, നമുക്ക് സമൂഹ നോമ്പ് തുറയില്ല, പള്ളിയിലെ ഇഫ്താറുകളില്ല, നോമ്പ് കഞ്ഞിയില്ല. സങ്കടകരമാണ്. പക്ഷേ എന്നാലും കഴിയുന്ന പോലെ റമദാനെ നമ്മൾ സ്വാഗതം ചെയ്യുക. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതുപോലെ വീടൊക്കെ വൃത്തിയാക്കി പരിശുദ്ധ റമദാന് വേണ്ടി എല്ലാ വർഷവും ഒരുങ്ങുന്നത് പോലെ ഈ വർഷവും ഒരുങ്ങിക്കൊള്ളുക. മഹാനായ അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി, ആധുനിക ഇമാം ഒസാലി എന്നറിയപ്പെട്ട മഹാപണ്ഡിതൻ, ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. എല്ലാ ദിവസവും വെള്ളിയാഴ്ച കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഗേറ്റിൽ പോയി പിടിച്ചു നിൽക്കുമായിരുന്നു ഏറെ നേരം, ജുമാ സമയം കഴിയുന്നവരെ. പലതവണയായപ്പോൾ അദ്ദേഹത്തെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പാറാവുകാർ, പോലീസുകാർ ചോദിച്ചു, തങ്ങളെ ഇത് വൃഥാ വ്യായാമോ നിങ്ങൾക്കറിയില്ലേ? പുറത്തു പോകാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഗേറ്റിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്?
അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം ഞാൻ ചെയ്യുന്നു, ബാക്കി അള്ളാഹുവിൻ്റെ പക്കൽ. പരിശുദ്ധ റമദാൻ ഈ കോവിഡ് കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങളെക്കൊണ്ട് എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ ആ രീതിക്ക് സ്വീകരിക്കുക, ബാക്കി പടച്ചവും കൂലി തരും. ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുകയുണ്ടായി. പുണ്യ റമദാനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക, മനസ്സ വാച കർമ്മണ ശരീര അതിനുവേണ്ടി തയ്യാറെടുക്കുക. നാലാമതായി എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളുടെ കാര്യം ഒന്നെല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ മലയാളികൾ സന്തോഷത്തിലും സമൃദ്ധിയിലും കഴിയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പ്രവാസി സഹോദരങ്ങളാണ്. മലയാള നാടിൻ്റെ സാമ്പത്തിക പുരോഗതിയുടെ നട്ടെല്ല് 1000 കാതങ്ങൾക്കപ്പുറത്തുള്ള നാട്ടിൽ പ്രവാസികൾ ഒഴുക്കിയ വിയർപ്പിൻ്റെ വിലയാണെന്ന് ഓർമ്മ വേണം. നമ്മുടെ നാട്ടിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്ന പള്ളികളും മദ്രസകളും യതീംഖാനകളും അറബി കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ പിന്നിലെ പ്രധാന ചാലക ശക്തി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ആ പണം നമുക്ക് എത്തിക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങളാണ്. നാടിനും കുടുംബത്തിനും വേണ്ടി ജീവിച്ച് തീരുന്നതിനിടയിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയ കരുണപറ്റാത്ത മനസ്സിൻ്റെ ഉടമസ്ഥരായ നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ ശരിക്കും ഓർക്കണം, ചേർത്ത് നിർത്തണം. അവരിന്ന് നിസ്സഹായരാണ്. നിരാലംബതയുടെ പൊരിവെയിലിൽ അവർ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഗർഭിണികളുണ്ട്, രോഗം അത്യാവശ്യം ചികിത്സിക്കേണ്ടവരുണ്ട്, വിവാഹങ്ങൾ നടത്തേണ്ടവരുണ്ട്, മറ്റത്യാവശ്യങ്ങൾ നാട്ടിൽ വരേണ്ടവരുണ്ട്. ഫ്ലൈറ്റുകൾ നിലച്ചു പോയതുകൊണ്ട് നാട്ടിലെത്താനാവാതെ നാളികേരത്തിൻ്റെ നാട്ടിലുള്ള നാഴിയിടങ്ങഴി മണ്ണിലേക്ക് എത്രയും പെട്ടെന്ന് ഓടിയെത്താൻ മനസ്സുകൊണ്ട് വെമ്പൽ കൊള്ളുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. തൊഴിലില്ലായ്മയുടെയും അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയും കൊറോണ ഭീതിയുടെയും ഒക്കെ പേരിൽ വല്ലാതെ മാനസിക വിഷമത്തിലാണ് ഗൾഫിലും മറ്റു രാഷ്ട്രങ്ങളിലുമുള്ള നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ. പണമില്ല എങ്കിൽ ഭാര്യ മക്കൾ പോലും എതിരാണ്, പണയം വെച്ച ഓട്ടക്കാലണയുടെ വിലയാണ്, വേദാന്തമല്ല ഇത് വിറങ്ങലിച്ചൊരു വാക്കാണ്, പറയാതെ വയ്യ നിങ്ങൾ വെറും കറിവേപ്പിലയാണ്, ഇടറുന്നുണ്ടേ ഹൃദയം പിടയുന്നുണ്ടേ, ഇടറുന്നുണ്ടേ ഹൃദയം പിടയുന്നുണ്ടേ, ഇവിടെ കടലിനിക്കര കേരളക്കര കാണുന്നുണ്ടേ, നിങ്ങളെ അറിയുന്നുണ്ടേ കൂട്ടാൻ കൊതിക്കുന്നുണ്ടേ. പ്രവാസി സഹോദരങ്ങളെ, ഈ അവസരത്തിൽ നാം മറന്നാൽ നമ്മെപ്പോലെ നന്ദി കെട്ട ഒരു ജനത ലോകത്തുണ്ടാവുകയില്ല എന്ന് ഓർത്തുകൊള്ളുക. പുറത്തു നിന്ന് വന്നവരാണ്, ഗൾഫിൽ നിന്ന് വന്നവരാണ് നമ്മുടെ നാട്ടിൽ കൊറോണ കൊണ്ടുവന്നുള്ളൊരു വാക്കുപോലും അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴാൻ പാടില്ല. അവർക്ക് രോഗം ബാധിക്കാതിരിക്കാനും അവരെ ബാധിച്ച ഈ പ്രതിസന്ധികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് കയറാനും വേണ്ടി ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിമാനങ്ങൾ അനുവദിച്ചവരെ കൊണ്ടുവന്നാൽ തിരുവനന്തപുരം എയർപോർട്ടിനോട് ചേർന്നുള്ള ബഹുമാനപ്പെട്ട വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് ഈ വിനീതൻ സേവനം ചെയ്യുന്ന ആ പള്ളി, അവിടെ എല്ലാ സൗകര്യങ്ങളും ക്വാറൻറ്റൈൻ സൗകര്യം അവർക്ക് വേണ്ടി ഒരുക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഒന്ന്, എയർപോർട്ടിനോട് ചേർന്നാണ് വള്ളക്കടവ് ജുമാഅത്ത് പള്ളി. 2018 പ്രളയം മൂലം നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരിലും മറ്റും ഹജ്ജ് യാത്ര അസാധ്യമായപ്പോൾ ഹാജിമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് എല്ലാ സേവനവും ചെയ്ത് യാത്രയച്ച അനുഭവ സമ്പത്തുള്ളവരാണ് വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത്. 3 വലുതും ചെറുതുമായ 3 ഓഡിറ്റോറിയങ്ങൾ, അതുപോലെ തന്നെ യതീംഖാന ബിൽഡിംഗ്, മദ്രസ കെട്ടിടങ്ങൾ, LKG മുതൽ +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന വിശാലമായ വിദ്യാഭ്യാസ കോംപ്ലക്സുകൾ എല്ലാം അണുവിമുക്തമാക്കി, അഥവാ ഗൾഫുകാരും പ്രവാസികളും വന്നാൽ അവരെ ക്വാറൻറ്റൈൻ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി ബഹുമാനപ്പെട്ട ജമാഅത്ത് കാത്തിരിക്കുകയാണ്. 4, സേവന സന്നദ്ധരായ ദീനിയായ എല്ലാ സേവനവും ചെയ്യാൻ തയ്യാറുള്ള ഒരു പറ്റം യുവാക്കൾ ഈ ജമാഅത്തിലുണ്ട്. സർക്കാരിൻ്റെയും പ്രവാസികളുടെയും ശ്രദ്ധയ്ക്കായി പറയുകയാണ്, അഥവാ നിങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ക്വാറൻറ്റൈൻ എല്ലാ സൗകര്യത്തോടും കൂടി ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഗൾഫുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാനസിക വിഷമം, അവരുടെ ഒറ്റപ്പെടൽ, അവരുടെ അകൽച്ച അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും ദുആ ചെയ്യണം. അവരെ ഓർത്ത് ഉരുകിത്തീരുന്നവരുടെ കുടുംബങ്ങൾ, ബന്ധുക്കൾ,
അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഈ ബലാ മുസീബത്ത് എത്രയും പെട്ടെന്ന് മാറ്റി സമാധാനം തരട്ടെ. പരിശുദ്ധ പള്ളികൾ നമ്മുടെ നാട്ടിൽ അടച്ചിട്ടിട്ട് ഇന്ന് 4ാമത്തെ ജുമയാണ്. എത്രയും പെട്ടെന്ന് ജുമാ നമസ്കരിക്കാനും വിലപിക്കുന്ന പള്ളി മിനാരങ്ങൾക്ക് ചങ്ങാത്തം കൂടാനും കൂടുതൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സലാം. വാഖിറു ദഅവായ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.